നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മറുനാടൻ മലയാളി ഓൺലൈൻ എഡിറ്റർ ഷാജൻ സ്കറിയയെ മർദ്ദിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. മുഖ്യപ്രതി മാത്യൂസ് കൊല്ലപ്പള്ളി ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുറപ്പെട്ടു. കുമരനെല്ലൂർ മങ്ങാട്ടുകടവിൽ നിന്നാണ് തോണി പുറപ്പെട്ടത്. മങ്ങാട്ടില്ല അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇക്കുറി തോണിയിൽ യാത്ര ചെയ്യുന്നത്. വെളിച്ചെണ്ണയുടെ വിലവർദ്ധനവ് ഏത്തയ്ക്ക ഉപ്പേരി വിപണിയെ കാര്യമായി ബാധിച്ചു. വിലവർദ്ധനവുണ്ടെങ്കിലും ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഉപ്പേരിക്ക് ആവശ്യക്കാരും ഏറെയാണ്. ഓണം അടുത്തതോടെ വിപണിയിൽ ഏത്തയ്ക്ക ഉപ്പേരിക്ക് പ്രിയം ഏറുന്നു. വാർത്തകൾ വിശദമായി. മറുനാടൻ മലയാളി ഓൺലൈൻ ഉടമയും എഡിറ്ററുമായ ഷാജൻ സ്കറിയയെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിലായി. മുഖ്യപ്രതി മാത്യൂസ് കൊല്ലപ്പള്ളി ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് ഇന്നലെ രാവിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇന്നലെ അർദ്ധരാത്രിയോടെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾക്കെതിരെ വധശ്രമമടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതികളുടെ വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 6:30 തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ചാണ് അക്രമം നടന്നത്. മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജൻ്റെ കാറിന് പിന്നാലെ എത്തിയ ജീപ്പ് മനഃപൂർവ്വം ഇടിപ്പിച്ചായിരുന്നു ആക്രമണം. കാർ നിർത്തി നോക്കുന്നതിനിടെ പുറത്തെത്തിയ 5-അംഗ സംഘം കാറിനുള്ളിൽ ആയിരുന്ന ഷാജൻ്റെ മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നുവെന്നാണ് പരാതി. മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ. വിവരമറിഞ്ഞെത്തിയ തൊടുപുഴ പോലീസാണ് ഷാജനെ ആദ്യം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുറപ്പെട്ടു. കുമരനെല്ലൂർ മങ്ങാട്ടുകടവിൽ നിന്നാണ് തോണി പുറപ്പെട്ടത്. മങ്ങാട്ടിലം അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇക്കുറി തോണിയിൽ യാത്ര ചെയ്യുന്നത്. തിരുവാറന്മുളയപ്പന് ഓണസദ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ എത്തിക്കുക കോട്ടയം കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തുകാരാണ്. മങ്ങാട്ടില്ലത്തെ എം.എൻ. അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇത്തവണ തിരുവോണത്തോണിയിൽ വിഭവങ്ങളുമായി ചുരുളൻ വള്ളത്തിൽ യാത്ര പുറപ്പെട്ടത്. പൂർവികർ ഭക്തിയിൽ വിളക്കി ചേർത്ത യാത്ര കൂടിയാണിത്. പ്രാർത്ഥനയുടെ തുഴയെറിഞ്ഞാണ് ചിങ്ങത്തിലെ മൂലം നാളിൽ അനൂപ് ചുരുളൻ വള്ളത്തിൽ കാലെടുത്ത് വെച്ചത്. ഇവിടെ നിന്ന് കാട്ടൂർ കടവ് വരെ ചുരുളൻ വള്ളത്തിലാണ് യാത്ര. 3 പ്രധാന നദികളും തോടും 3 രാത്രിയും പകലും പിന്നിട്ടാണ് യാത്ര. കാട്ടൂരിലെത്തിയ ശേഷമാണ് തിരുവോണത്തോണിയിലേക്ക് യാത്ര മാറ്റുക. ഉത്രാടം നാളിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്ന് തിരുവാറന്മുളയപ്പനുള്ള വിഭവങ്ങളുമായി ഭട്ടതിരി തിരുവോണത്തോണിയേറും. പള്ളിയോടങ്ങൾ അകമ്പടിയാകും. തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള കടവിലെത്തും. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപവും ഓണവിഭവങ്ങളും ഭഗവാന് മുന്നിൽ സമർപ്പിക്കും. ക്ഷേത്രത്തിലെ വിളക്കിലേക്ക് ദീപം പകരും. വിഭവങ്ങൾ കൊണ്ട് ഭഗവാന് ഓണസദ്യ ഒരുക്കും. കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തിന് പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് ഈ അവകാശം. കാട്ടൂരിലെ താമസക്കാരായിരുന്നു മങ്ങാട്ട് കുടുംബം. തിരുവോണനാളിൽ ഇല്ലത്തെ മുതിർന്ന ഭട്ടതിരി ബ്രാഹ്മണർക്ക് കാൽ കഴുകിച്ചൂട്ട് നടത്തിയിരുന്നു. 1 വർഷം ആരും എത്തിയില്ല. സങ്കടം കൊണ്ട് തിരുവാറന്മുളയപ്പനെ ഭജിച്ച് അല്പം കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ ഇല്ലത്തെത്തി. ബ്രാഹ്മണന് കാൽ കഴുകിച്ചൂട്ട് നടത്തി. അന്ന് ഭട്ടതിരിക്ക് സ്വപ്നത്തിൽ ഭഗവാന്റെ ദർശനമുണ്ടായി. ഇല്ലത്ത് വന്നത് ബ്രാഹ്മണനല്ല, തിരുവാറന്മുളയപ്പനാണ്. ഇനി മുതൽ തിരുവോണത്തിന് വിഭവങ്ങൾ ആറന്മുളയിൽ എത്തിച്ചാൽ മതി. അങ്ങനെ കാട്ടൂരിലെ ഇല്ലത്ത് നിന്ന് വിഭവങ്ങൾ ആറന്മുളയിൽ എത്തിച്ചു. കാലാന്തരത്തിൽ മങ്ങാട്ട് കുടുംബം കാട്ടൂരിൽ നിന്ന് കുമാരനെല്ലൂരിലേക്ക് മാറിയെങ്കിലും ആചാരത്തിൽ മാറ്റം വരുത്തിയില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓണം അടുത്തതോടെ വിപണിയിൽ ഏത്തയ്ക്ക ഉപ്പേരിക്ക് പ്രിയമേറുന്നു. വെളിച്ചെണ്ണയുടെ വിലവർദ്ധനവ് ഉപ്പേരി വിപണിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഉപ്പേരിക്ക് ആവശ്യക്കാരും ഏറെയാണ്.
മൂപ്പത്തിയ ഏത്തയ്ക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൃത്യമായ പാചകത്തിൽ ഏത്തയ്ക്ക ഉപ്പേരി തയ്യാർ. ഓണക്കാലമായാൽ ഏത്തയ്ക്ക ഉപ്പേരിക്ക് ഡിമാൻഡ് ഏറെയാണ്. സദ്യയ്ക്കും അല്ലാതെയും ഏത്തയ്ക്ക ഉപ്പേരിക്കുള്ള പ്രിയവും ഏറെയാണ്. ഓണസദ്യയിലെ അഭിമാന താരം കൂടിയാണ് ഏത്തയ്ക്ക ഉപ്പേരി. വെളിച്ചെണ്ണയുടെ വില വർധന ഉപ്പേരി വിപണിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും ഡിമാൻഡിന് ഒട്ടും കുറവില്ല. വെളിച്ചെണ്ണ വില 400 കടന്നതോടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1 കിലോ ഉപ്പേരിയുടെ വിലയിലും കാര്യമായ വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ശർക്കര ഉപ്പേരിക്കും ഏത്തയ്ക്ക ഉപ്പേരിക്കും ആവശ്യക്കാർ ഏറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ വർഷവും നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ചിപ്സുകളാണ് ഈ വർഷം കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ നല്ല നാടൻ കായിലാണ് വറക്കുന്നത്. ഈ വർഷം 410 രൂപയോളമാണ് 1 കിലോ വെളിച്ചെണ്ണയുടെ വില. കഴിഞ്ഞ വർഷം 1 ജാറ് വെളിച്ചെണ്ണ 2500 രൂപയാണെങ്കിൽ ഈ വർഷം 1 ജാറ് വെളിച്ചെണ്ണയ്ക്ക് 6100 രൂപയെ. അത്രയും വ്യത്യാസമാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ കച്ചവടമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. കൂടുതൽ ആൾ വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ചിപ്സും ശർക്കര വരട്ടി കിലോ 500, കിലോ 125. കളിയടയ്ക്ക പായസം ഓണത്തിൻ്റെതായിട്ട് നമ്മൾ ഉണ്ടാക്കി അതും കൊടുക്കുന്നുണ്ട്. ദൃശ്യ ന്യൂസ്, പാല. മല്ലപ്പള്ളി പുന്നവേലി CMS LP സ്കൂളിൽ ഓണാഘോഷം വർണ്ണാഭമായി. ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ശാലിനി CS ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് തോമസ് അമ്പാട്ട് അധ്യക്ഷത വഹിച്ചു. പുന്നവേലി CSI ഇടവക വികാരി റവറൻഡ് ഷിബിൻ വർഗീസ് ഓണ സന്ദേശം നൽകി. PTA കമ്മിറ്റി അംഗങ്ങളായ രജനി PS, ബഷീർ കുട്ടി, സ്കൂൾ ഹെഡ് മാസ്റ്റർ കുര്യൻ ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് സൗഹൃദ മത്സരങ്ങളായി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും വടംവലി, കസേരകളി തുടങ്ങിയവയും നടന്നു. തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. അധ്യാപകരായ സിനിത ബാബു, ആശ മാത്യു, റിൻഡു ജോൺസൺ, വിനീത ജോഷി, സ്മിത സുധീഷ്, ഓമന സതീഷ്, PTA കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, പാലിയേറ്റീവ് നഴ്സുമാർ എന്നിവർക്ക് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നൽകുന്ന ഓണക്കോടിയുടെ വിതരണം തീക്കോയി പഞ്ചായത്തിൽ നടന്നു. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 1000-ഓളം പേർക്കുള്ള ഓണക്കോടി വിതരണത്തിൻ്റെ ഉദ്ഘാടനം സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA നിർവഹിച്ചു. തീക്കോയി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ അമിനി തോമസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ദീപ, രതീഷ്, സെക്രട്ടറി സജി, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് സാജു പുല്ലാട്ട്, ഡോക്ടർ ജോസ് ആന്റണി കാനാട്ട്, ജോസുകുട്ടി കല്ലൂർ, ബാലകൃഷ്ണൻ തെക്കേടത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അംഗൻവാടിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ, വീട്ടിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ബാഹ്യ ലോകത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പ് അംഗൻവാടികളിലൂടെ. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അംഗൻവാടികളിലൂടെ. ഒപ്പം നമുക്കറിയാം, കൗമാരക്കാരായ പെൺകുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർ, ഇങ്ങനെയൊക്കെ എല്ലാ തരത്തിലും സമൂഹത്തിന്റെ അടിത്തറയായി നിൽക്കുന്ന ആളുകൾക്ക് വലിയ സേവനം നൽകുന്നവരാണ് അംഗൻവാടി. ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏറ്റവും മാതൃകാപരമായ ആരോഗ്യ മേഖലയുടെ പരിരക്ഷ, അത് പകർച്ചവ്യാധികൾ വന്നാൽ, അതുപോലെ തന്നെ രോഗപ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിന്റെ ആരോഗ്യത്തെ കാക്കുന്നവരാണ് നമ്മുടെ ആശാവർക്കർമാർ. അതുപോലെ ഹരിതകർമ്മസേനാംഗങ്ങൾ. നമ്മുടെ നാടിന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി മലിനീകരണമാണ്. നമ്മുടെ രോഗം വ്യാപിക്കുന്നതും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഇടയാക്കുന്നതിനുള്ള ഒരു മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ മലിനീകരണം. അപ്പൊ ആ മലിനീകരണത്തിനെതിരെ നമ്മൾ വലിയ പോരാട്ടം നടത്തുകയാണ്. മാലിന്യമുക്ത നവകേരളം, അതിന്റെ കാവലാളുകൾ ആയി നിലകൊള്ളുന്നത് നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങളാണ്. പിന്നെ നമ്മുടെ ഏറ്റവും ശയ്യാവലംബികളായ ആളുകളെ പരിചരിക്കുന്നവരാണ് നമ്മുടെ പാലിയേറ്റീവ് പരിചരണ നഴ്സുമാർ. YMCA തിരുവല്ല സബ് റീജിയണൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായിക ദിനം ആചരിച്ചു.
ഇതോടനുബന്ധിച്ച് സൗഹൃദ ഫുട്ബോൾ ഹോക്കി മത്സരം നടന്നു. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കെ പ്രകാശ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ജോജി പി തോമസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ മാത്യു വർക്കി ടി കെ, സർക്കിൾ ഇൻസ്പെക്ടർ എച്ച് സന്തോഷ്, നാഷണൽ കോച്ച് ബോഡി ബിൽഡർ ബാബു ചെറിയാൻ, ജനറൽ കൺവീനർ സുനിൽ മറ്റത്ത്, തിരുവല്ല സബ് റീജിയൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കൺവീനർ കുര്യൻ ചെറിയാൻ, മുൻ ചെയർമാൻ ജോബിൻ ജോൺ, വൈസ് ചെയർമാൻ നിതിൻ കടവിൽ, ഹുസൈൻ, റോയ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. റോളർ സ്കേറ്റിംഗ് സംസ്ഥാന ചാമ്പ്യൻ സഫൽ ബിൻ അസ്ലത്തെ ബോഡി ബിൽഡർ ബാബു ചെറിയാൻ ആദരിച്ചു. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ സജ്ജമാക്കിയ പഴം പച്ചക്കറി വിപണന മേളയ്ക്ക് തങ്കമണിയിൽ തുടക്കമായി. സ്വാശ്രയ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സമൃദ്ധി 2025 എന്ന് നാമകരണം ചെയ്ത വിപണനമേള കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട് ആദ്യ വിൽപ്പന നടത്തി. പൊതുവിപണിയിൽ നിന്നും ഏറെ വിലക്കുറവിലാണ് സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ഓണക്കാലത്ത് പഴം, പച്ചക്കറി മുതലായവ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനായി സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഓണസമൃദ്ധി 2025 എന്ന പേരിൽ പഴം പച്ചക്കറി വിപണനമേള സംഘടിപ്പിച്ചത്. VFPCK തങ്കമണി സ്വാശ്രയ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് തങ്കമണി ടൗണിൽ വിപണനമേള സംഘടിപ്പിച്ചത്. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നാടൻ പഴങ്ങളും പച്ചക്കറികളും കമ്പോളത്തിൽ ന്യായവിലയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യം. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് വിപണനമേള ഉദ്ഘാടനം ചെയ്തു. ഒരു ഓണാഘോഷ വേളയിൽ കർഷക ചന്ത നമ്മുടെ നാട്ടിൽ ഉടനീളമുണ്ട് എങ്കിലും നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഈ കർഷക സംഘത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട് ആദ്യ വിൽപ്പന നടത്തി. സമിതി പ്രസിഡന്റ് ചാക്കോ ജോസഫ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണി ചള്ളാമറ്റം, ഷൈനി മാവേലി, റെനി റോയ്, ജിൻഡു ബിനോയ്, റീന സണ്ണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സമിതി വൈസ് പ്രസിഡന്റ് ജോയി ജോസഫ് സ്വാഗതവും VFPCK അസിസ്റ്റന്റ് മാനേജർ ആശ ജോൺ നന്ദിയും പറഞ്ഞു. പൊതുമാർക്കറ്റിനേക്കാൾ ഏറെ വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. വിപണനമേള വ്യാഴാഴ്ച സമാപിക്കും. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ഇടുക്കി കാമാക്ഷി പഞ്ചായത്തിലെ ഉപ്പുതോട്ടിൽ ബയോഫ്ലോക്ക് മത്സ്യക്കുളങ്ങളിലെ മത്സ്യകൃഷി വിളവെടുപ്പ് നടന്നു. ഉപ്പുതോട്ടിലെ മാത്യു ജോർജ് പതിപ്പള്ളിലിൻ്റെ മത്സ്യകൃഷിയിടത്തിലെ വിളവെടുപ്പാണ് നടന്നത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമീണ മേഖലയിൽ മത്സ്യകൃഷിയുടെ സാധ്യതകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന. ഇടുക്കി കാമാക്ഷി ഉപ്പുതോട്ടിലെ മാത്യു ജോർജ് പതിപ്പള്ളിലിന്റെ കൃഷിയിടത്തിൽ മത്സ്യകൃഷി വിളവെടുപ്പ് ഉത്സവം നടന്നു. മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനത്തിന് ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് നടത്തുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യ കർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കുക, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിടുന്നു. ഇടുക്കിയിലെ ഉപ്പുതൊട്ടിൽ PMMSY പദ്ധതി വിജയകരമായി നടത്തുന്ന കർഷകനാണ് മാത്യു ജോർജ് പതിപ്പള്ളി. ബയോഫോക്ക് കൃഷിയിലൂടെ തിലോപ്പിയ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെയാണ് ഈ കർഷകൻ പരിപാലിക്കുന്നത്. 2021 മുതൽ ഇടുക്കി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ഒരു മാതൃകാ സംരംഭമാണിത്. തിലോപ്പിയ, വരാൽ, കരിമീൻ 8 ബയോഫോക്ക് പോണ്ടുകളിലായാണ് മത്സ്യപരിപാലനം. മത്സ്യകൃഷി വിളവെടുപ്പ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ മത്സ്യ കർഷകരുള്ളത് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണുള്ളത്. ആ വിളവെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. അപ്പൊ ഇടുക്കി ജില്ലയിൽ ഞങ്ങള് വൺ ഓഫ് ദ ബെസ്റ്റ്, ഏറ്റവും നല്ല ഒരു ഫിഷ് ഫാമാണ്. നമ്മൾ റൂഫൊക്കെ കൊടുത്തിട്ട് വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇത് ചെയ്തു വന്നിട്ടുള്ളത്. ഇത് പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന എന്നുള്ള ഒരു സ്കീമിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും കൂടെ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ PMMSY പദ്ധതി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ബയോഫ്ലോക്കിൽ കൃഷി ചെയ്തു വരുന്ന ആ മത്സ്യങ്ങളുടെ വിളവെടുപ്പാണ്. വളരെ മനോഹരമായിട്ട് ആളുകളുണ്ട്. വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകന്റെ വിളവെടുപ്പിന് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. നന്നായിട്ട് എല്ലാ കുളങ്ങളിലും നന്നായിട്ട് മീനുകളുണ്ട്. അതിന്റെ ഭാഗ്യമായ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ഏക ബയോഫോക്ക് മത്സ്യകൃഷിയിടമാണ് ഉപ്പുതോട്ടിലേത്. മത്സ്യകൃഷി വിളവെടുപ്പിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട്, ഫിഷറീസ് വകുപ്പ് പ്രൊമോട്ടർ സാജു KS എന്നിവർ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. വിവിധ പരിപാടികളോടെ കങ്ങഴ ഇലവുങ്കൽ EALP സ്കൂളിൽ ഓണം ആഘോഷിച്ചു. വാർഡ് മെമ്പർ വിജയ ശ്രീകുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
PTA പ്രസിഡന്റ് രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രലേഖ മോഹൻ, പ്രധാന അധ്യാപിക അനീറ്റ മറിയം തോമസ്, മദർ PTA പ്രസിഡന്റ് ചിഞ്ചു രാജു, PTA വൈസ് പ്രസിഡന്റ് സഫീന, സ്റ്റാഫ് സെക്രട്ടറി ഹീര അനു ജോസഫ്, കാനം ബാബു, സന്തോഷ് മാവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികൾ വിവിധ ഓണക്കളികൾ അവതരിപ്പിച്ചു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ നിരണം വലിയ പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളിന് തുടക്കമായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക മെത്രാപ്പൊലിത്തായും പരിശുദ്ധ സുന്നഹോദോസ് സെക്രട്ടറിയുമായ ഡോക്ടർ യുഹാനോൻ മോർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലിത്ത കൊടിയേറ്റി. വികാരി ഫാദർ ഷിബു തോമസ് സാമ്പല്ലൂർ, സഹവികാരി ഫാദർ ജിതിൻ അലക്സ് മണപ്പുറത്ത്, ഫാദർ ഉമ്മൻ മട്ടയ്ക്കൽ, ട്രസ്റ്റി മോഹൻ മട്ടയ്ക്കൽ, സെക്രട്ടറി തോമസ് ഫിലിപ്പ് വിഴലിൽ എന്നിവർ നേതൃത്വം നൽകി. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ഇടവകയിലെ വിവിധ ആധ്യാത്മിക സംഘടനാ പ്രതിനിധികളുടെയും ഇടവക ജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകൾ. ഇവിടെ വന്നുകൂടുന്ന സർവ്വ ഭക്തജനത്തിനും നിരണം പള്ളിയുടെ വാസനയിൽ ഇരുന്നാണ് ഈ സന്ദേശം ഞാൻ പകരുന്നത്. മുൻ പതിവനുസരിച്ച് ഇന്ന് സെപ്റ്റംബർ 1 എല്ലാ ദേവാലയങ്ങളിലും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രത്യേകം അഭയം തേടുന്ന 8 നോയമ്പ് ആരംഭിച്ചിരിക്കുന്നു. രാവിലെ നിരണം പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു, കൊടിയേറ്റ് കർമ്മവും നടത്തി. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, ധ്യാന പ്രസംഗങ്ങൾ, പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയവയോടുകൂടി വളരെ ക്രമീകൃതമായി ഇവിടെ നടന്നു വരുന്നു. ഇടവക അംഗങ്ങൾ മാത്രമല്ല, സഭാ അംഗങ്ങൾ മാത്രമല്ല, ഇതര മതസ്ഥരും വളരെ ഒരുക്കത്തോടെ, ജാഗ്രതയോടെ, പ്രാർത്ഥനയോടെ ഈ പള്ളിയിലെ 8 നോയമ്പിന് സംബന്ധിക്കുന്നു എന്നുള്ളത് വലിയൊരു സാക്ഷ്യവും അനേകർക്ക് വലിയ അനുഗ്രഹവുമാണ്. സഹനങ്ങളിലൂടെ മറ്റുള്ളവരുടെ വേദനകളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് അവർക്ക് അനുഗ്രഹത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ എല്ലാവർക്കും വാഴ്വിനും അനുഗ്രഹത്തിനും കോട്ടയായിരിക്കട്ടെ. ചങ്ങനാശ്ശേരി നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നഗരസഭാ കവാടത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗങ്ങളായ ഉഷ മുഹമ്മദ് ഷാജി, ബീന ജോബി, റെജി കേളമാട്ട്, ലിസി വർഗീസ്, ഗീത അജി, കൃഷി ഓഫീസർ ബിജു പി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ BK ശരത്ചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് കവിത R, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓർട്ടിക്കോ പച്ചക്കറികൾ, ഏത്തക്കായ എന്നിവ വിപണി വിലയേക്കാൾ 30% വിലക്കുറവിലാണ് ഓണച്ചന്തയിൽ ലഭിക്കുന്നത്. വിപണി 1-ാം ഓണം വരെ പ്രവർത്തിക്കും. കുറച്ച് പച്ചക്കറി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ കൃഷി
ഡിപ്പാർട്ട്മെൻറ്റുമായി അതോടൊപ്പം നഗരസഭയും അല്ലെങ്കിൽ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുമായി യോജിച്ച് നിന്നുകൊണ്ട് ഇത്തരം ഒരു വിപണി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ നടക്കുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി പാർത്ഥസാരഥി ക്ഷേത്ര സംരക്ഷണ സമിതി. പാർത്ഥസാരഥി ക്ഷേത്രഭൂമി അളന്നു തിട്ടപ്പെടുത്തി അതിരുകല്ലുകൾ സ്ഥാപിക്കുന്നതിന് കോട്ടയം ജില്ലാ കളക്ടറുടെ ഉത്തരവുകൾ നിലനിൽക്കുമ്പോൾ അതിന് കാലതാമസം വരുത്തുന്ന ദേവസ്വം ബോർഡ് നിലപാട് പ്രതിഷേധാർഹമാണ്. റവന്യൂ പഞ്ചായത്ത് അധികൃതരും മുണ്ടക്കയം പോലീസും കൈക്കൊള്ളുന്ന സമീപനം ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന് നേർക്കുള്ള കയ്യേറ്റമാണ്. തുടരെ ക്ഷേത്രഭൂമിയിൽ കയ്യേറ്റങ്ങൾ നടക്കുകയാണ്. കോടതി വിധി ലംഘിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ക്ഷേത്രഭൂമി അളന്ന് അതിരുകല്ലിട്ട് സംരക്ഷിക്കണമെന്നാണ് ഭക്തജനങ്ങളുടെ ആവശ്യം. അല്ലാതെയുള്ള ഏത് പ്രവൃത്തിയും നിയമവിരുദ്ധവും അധികാര ദുർവിനിയോഗവും ശിക്ഷാർഹവുമായ നടപടിയാണെന്നും ശ്രീ പാർത്ഥസാരഥി സംരക്ഷണ സമിതി ഭാരവാഹികൾ മുണ്ടക്കയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പല സർക്കാർ സംവിധാനങ്ങളും ബിൽഡിങ്ങുകൾ പണിയുകയും അവരുടെ വ്യവഹാരങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഈ കമ്മിറ്റി ഇതുവരെ വ്യക്തമായ ഒരു എതിര് നിന്നിട്ടില്ല. ഇത് നിലവിൽ കേസ് കിടക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ. നിലവിൽ കേസ് കിടക്കുന്ന ഒരു സ്ഥലത്ത് വീണ്ടും പ്രശ്നങ്ങൾ കോടതി വിധി വരട്ടെ എന്നുള്ള നിലവിലാണ് കാഴ്ചപ്പാടിലാണ് ഇതുവരെ അങ്ങനെ നിന്നിരുന്നത്. ആ ഒരു കാഴ്ചപ്പാട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പം നിലവിൽ ഈ പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണത്തിന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് മൗനസമ്മതം എന്ന രീതിയിൽ അനുവാദം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടില്ല. ദേവസ്വം ബോർഡ് മൗന സമ്മതം നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശരിക്കും കോടതി തടഞ്ഞിട്ടുള്ളതാണ്. ഈ പറയുന്ന 11.76 ഏക്കർ സ്ഥലത്തിന് കോടതി വിധി ഉള്ളതിനകത്ത് ആ സ്ഥലത്തിൽപ്പെട്ട സ്ഥലത്താണ് 75 സെന്റ് സ്ഥലത്താണ് ഈ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ സ്ഥലത്ത് ഈ പോലീസ് സ്റ്റേഷൻ നിലവിൽ ഇപ്പം പണിയാൻ പാടില്ലാത്തതാണ്. അപ്പം ഈ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ട് കോടതി വിധി ഉള്ളതുകൊണ്ട് അതിനെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നതുകൊണ്ട് ദേവസ്വം ഭൂമിയിലേക്ക് കടന്നു കയറ്റം അവസാനിപ്പിക്കണം. അതിന് യഥാർത്ഥ കാരണം ഇത് അളന്ന് തിട്ടപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. അളന്ന് തിട്ടപ്പെടുത്തി അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 18-ാം തീയതി 19-ാം തീയതി ഇവിടെ അളവ് നിശ്ചയിച്ചതാണ്. ഈ പോലീസ് സ്റ്റേഷൻ്റെ നിർമ്മാണത്തിന് മുമ്പായിട്ട് തന്നെ ഇത് അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് ഇവിടെ ഹിന്ദുയ്ക്ക് വേദിയുടെ പേരിൽ ഒരു മെമ്മോറാണ്ടം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടൊരു തീരുമാനം ഉണ്ടായതാണ്. പക്ഷേ എന്തോ കാരണത്താൽ അത് മാറ്റി. അതാണ് നമുക്ക് സംശയം വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ മൗന അനുവാദം ഇതിലുണ്ടോ നമ്മൾ സംശയിക്കുന്നുണ്ട്. ഇപ്പം സമീപത്തെ കാലങ്ങളിലായിട്ട് നമുക്കറിയാം, നമ്മുടെ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് ഏതാണ്ട് 11 ഹെക്ടർ ഭൂമിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ നമുക്ക് പശ്ചിമ ദേവസ്വത്തിൽ നമുക്കുണ്ടായിരുന്നത്. ആ ക്ഷേത്രം ഇന്ന് അത്രയും ഭൂമിയുടെ നടുക്കിടയ്ക്ക് ഇരിക്കേണ്ട ഒരു ക്ഷേത്രം ഇന്ന് ഭൂമിയുടെ ഒരു സൈഡിലായിട്ട് മാറിയാണ് ഈ ക്ഷേത്രം വികസിക്കുന്നത്. ബാക്കി ഭൂമികളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം ഇത് സംബന്ധിച്ച് നമ്മൾ പല നിവേദനങ്ങളും കോടതി മുഖാന്തരമല്ല നിവേദനങ്ങൾ കൊടുത്തി കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദേവസ്വം ഭൂമിയുടെ ഒരു കേസ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദേവസ്വം മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ അത് എളുപ്പത്തിൽ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റൂ. ഇതുകൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും ഇതിൻ്റെ കാലാകാലങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ഉപദേശ സമിതി അംഗങ്ങൾക്കും ഈ ചുറ്റുപാടുള്ള പൊതുജനങ്ങളുമായിട്ടും അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഓഫീസുകളുമായിട്ടൊക്കെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഉള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരും ദിനങ്ങളിൽ ദേവസ്വത്തിൻ്റെ ഇവിടെ നമ്മുടെ മുണ്ടക്കയത്ത് പ്രവർത്തിക്കുന്ന AC ഓഫീസിൻ്റെ മുന്നിലായിട്ട് ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരപരിപാടികൾക്ക് രൂപം നൽകുക. മുതിർന്ന പൗരന്മാരെയും വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ആദരിച്ചും അനുമോദിച്ചും കേരള കോൺഗ്രസ് നെടുങ്കുന്നം മണ്ഡലം കുടുംബസംഗമം. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളും സർക്കാർ സംവിധാനത്തിൻ്റെ കെടുകാര്യസ്ഥിതി മൂലം കേരളത്തിൻ്റെ കാർഷിക മേഖല തകർച്ചയുടെ വക്കിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകരെ സജ്ജരാക്കുന്നതോടൊപ്പം കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച കുടുംബസംഗമം പ്രവർത്തക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സംഗമം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ് ഉദ്ഘാടനം ചെയ്തു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളും സർക്കാർ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥതയും മൂലം കേരളത്തിന്റെ കാർഷിക മേഖല തകർച്ചയുടെ വക്കിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. നെൽകർഷക മേഖലയിലെ പ്രതിസന്ധിയും
വന്യമൃഗശല്യവും കർഷകരെ വേട്ടയാടുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെയും ഇസ്രായേൽ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെയും കൃഷിരീതികൾ മാതൃകയാക്കി കേരളത്തിലെ കാർഷിക മേഖലയെ രക്ഷിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ കാർഷിക മേഖലയെ അതിജീവനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും PC തോമസ് പറഞ്ഞു. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ഒക്കെ വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക കൂടിയാണ്. അതുകൊണ്ട് അതുകൂടി കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങണം. മണ്ഡലം പ്രസിഡന്റ് എബ്രഹാം ജോസ് മണമേൽ അധ്യക്ഷനായിരുന്നു. പാർട്ടി സെക്രട്ടറി ജനറലും മുൻ MP-യുമായ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് CV തോമസ് കുട്ടി, ഉന്നതാധികാര സമിതി അംഗങ്ങളായ VJ ലാലി, അഡ്വക്കേറ്റ് PC മാത്യു, അജിത് മുതിരമല, തോമസ് കുന്നപ്പള്ളി, ടോമി ഡൊമിനിക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൗമ്യ മോൾ OT, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് രാജൻ തോമസ്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ലാൽജി മാടത്താനിക്കുന്നേൽ, CT തോമസ്, OJ വർഗീസ്, ജോഷി മാത്യു, ജോൺ മാത്യു മുണ്ടാപ്പള്ളിൽ, ജില്ലാ സെക്രട്ടറിമാരായ ജോസഫ് ദേവസ്യ, PV ജോർജ് പന്തനാലിൽ, രാജേഷ് TG, KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു പേക്കാവിൽ, കർഷക യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി പുത്തൻപുരയിൽ എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന പൗരന്മാരെയും വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ആദരിക്കാനും അനുമോദിക്കാനും കുടുംബസംഗമം വേദിയായി. മുതിർന്ന പൗരന്മാർക്കൊപ്പം സാഹിത്യം, ദൈവശാസ്ത്രം, കൃഷി തുടങ്ങിയ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും മാതൃകാ കുടിവെള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നവരെയും CDS ഭാരവാഹികളെയും പൊതുപ്രവർത്തകരെയുമാണ് ആദരിച്ചത്. KCBC നാടക അവാർഡ് നേടി എന്ന് അറിയപ്പെടുന്ന തമിഴ് ഭാഷ പഠിക്കുന്ന കുട്ടികളിവിടെ അതിൽ തേനീച്ച കർഷകനാണ് ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കും. 77 വയസ്സുകാരനാണ്. മികച്ച ജൈവ കർഷകൻ. മുതിരമല കുടിവെള്ള അദ്ദേഹത്തിൽ കത്ത് വാങ്ങി പാർലമെന്റ് യാത്രകൾ ഏറ്റുവാങ്ങുന്നതിനായി രാജമ്മ മോഹനെ വത്സമ്മ ആകാഞ്ചിറയെ മെമ്പർഷിപ്പ് വിതരണമാണ്. ജെയിംസ് ജോസഫ് കടുകുന്നേൽ, ഗോപിനാഥൻ ചെറുപുതുപ്പള്ളി, ജേക്കബ് പൂവത്തുമുട്ടിൽ തുടങ്ങി 25ഓളം പേർ കേരള കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു. സിറിയക് തോമസ് ഐക്കുളം, KJ ജോൺ കാരുവേലിൽ, റജി വട്ടക്കാവ്, ജോബിസ് ജോൺ കിണറ്റിങ്കൽ, സേവ്യർ മാടപ്പാട്ട്, ജോഷി മൂന്നാറ്റിൻമുഖം, ആൻഡപ്പൻ പതാലിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.